ബാഹുൽ രമേശ് തിരക്കഥ എഴുതി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് എക്കോ. ഹലോ നമസ്കാരം. 2024 സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സിനിമയായിരുന്നു കിഷ്കിന്ധാ കാണ്ഡം. ആ സിനിമയുടെ മേക്കേഴ്സിന്റെ അടുത്ത പടം എന്നത് എക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുത് തന്നെയായിരുന്നു. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി പോയി, സിനിമ കണ്ടു. സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. കേരള കർണാടക ബോർഡറിലുള്ള ഒരു മലമ്പ്രദേശത്താണ് കഥ നടക്കുന്നത്. കൂടുതലൊന്നും വിശദീകരിക്കാതെ തന്നെ കുര്യച്ചൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നു. അയാൾ ആരാണ്, എന്താണ് എന്നതൊക്കെ പല കാലങ്ങളിൽ അയാളെ അന്വേഷിച്ചു വരുന്ന മനുഷ്യരിലൂടെയാണ് ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓരോ നിമിഷവും പ്രേക്ഷകനിൽ ആകാംക്ഷ ജനിപ്പിച്ച് അടുത്ത നിമിഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ പോലും നൽകാതെ പോകുന്ന ഒരു കഥാ രീതിയാണ് ചിത്രം പിന്തുടരുന്നത്. ചിത്രം ആരംഭിക്കുന്നത് കാറ്റുകുന്നെന്ന മലമുകളിലാണ്. അവിടെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ താമസിക്കുന്ന സ്ത്രീ, അയാളുടെ സഹായി പീയൂഷ്, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒട്ടേറെ മനുഷ്യർ. അവർ അന്വേഷിച്ചു വരുന്നത് കുര്യച്ചനെയാണ്. പിന്നീട് അവരുടെ സംഭാഷണങ്ങളിലൂടെ, ആ സ്ത്രീയുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ പതിയെ കുര്യച്ചനെയും ആ നാടിനെയും പിന്നീടുള്ള പല കഥകളെയും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഥ മുന്നോട്ട് പോകുന്നു. വളരെ മിസ്റ്റീരിയസ് ആയ, നിഗൂഢമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പൂർണ്ണമായും പ്രേക്ഷകനെ എൻഗേജ് ചെയ്തുകൊണ്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ഒരു നിമിഷം പോലും ചിത്രത്തിൽ നിന്ന് കണ്ണെടുക്കാനോ നമ്മളൊരു എൻഗേജിങ് ഫാക്ടർ നഷ്ടപ്പെടുകയോ ചിത്രത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. ചിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് എന്ന് പറയുന്നത് അഭിനേതാക്കളുടെ പ്രകടനമാണ്. സന്ദീപ് പ്രദീപ്, ബിയാന മോമിൻ, ബിനു പപ്പു, അശോകൻ, നരയൻ എന്നിവരൊക്കെ ഗംഭീരമായിട്ടുള്ള പ്രകടനം ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒന്നിനൊന്ന് മികച്ച പ്രകടനമായിരുന്നു ഓരോരുത്തരും ചെയ്തിരുന്നത്. സന്ദീപ് പ്രദീപാണ് ചിത്രത്തിലെ പീയൂഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് അയാളുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു ആ ക്യാരക്ടർ എന്നുള്ളതാണ്. സന്ദീപ് ഓരോ സിനിമ കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. മലയാള സിനിമയുടെ മുൻനിര താര പട്ടികയിലേക്കൊക്കെ അധികം വൈകാതെ തന്നെ സന്ദീപ് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സന്ദീപിന്റെ പെർഫോമൻസ് ഈ സിനിമയിലെത്തത് അതിഗംഭീരായിരുന്നു എന്നല്ലാതെ മറ്റെന്താണ് പറയാന്ന് എനിക്കറിയില്ല. ഓരോ സമയത്തും ആ കഥാപാത്രം ചിന്തിക്കുന്നത്, ആ കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടുകൾ, ആ കഥാപാത്രം അപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ മറച്ചു വെച്ചും മറയില്ലാതെയും ഒക്കെ അയാൾ എത്ര കയ്യടക്കത്തോടു കൂടിയാണ് ഓരോ മൊമെന്റ്സിലും അഭിനയിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. വളരെ മെച്യൂർ ആയിട്ടുള്ള, വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ വളരെ കയ്യടക്കത്തോടെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു സന്ദീപിൻ്റെത് എന്നുള്ളത് എടുത്തു പറയണമെന്ന് തോന്നുന്നു. മറ്റൊരു ഗംഭീര പ്രകടനമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് വിനീതിൻ്റെയാണ്. ഈ സിനിമയ്ക്കകത്ത് വളരെ നല്ല രീതിയിൽ അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ആർക്കും, ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജും മാനറിസംസും ഒക്കെ വളരെ നല്ല രീതിയിൽ സ്ക്രീനിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും അണ്ടർ റേറ്റഡ് ആയിട്ടൊരു ആക്ടറായിട്ടാണ് എനിക്ക് വിനീതിനെ അനുഭവപ്പെട്ടിട്ടുള്ളത്. വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന പലപ്പോഴും മലയാള സിനിമയൊക്കെ കൊടുക്കാത്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ, വളരെ പവർഫുള്ളായിട്ട്, വളരെ ചാമിങ് ആയിട്ട് ആ പെർഫോമൻസിനെ, അയാളുടെ ചിന്തകൾ, അയാളുടെ നിസ്സഹായതകൾ, അയാളുടെ അയാളുടെ പവറിനോടുള്ള അയാളുടെ ഒരു ക്രേവിങ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വേട്ടക്കാരൻ്റെ എല്ലാ മനസ്സും എല്ലാ ചിന്തയും ഒക്കെ അയാളുടെ ആ ക്യാരക്ടറിൻ്റെ പവർ സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നരയനും ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിനുള്ള ഒരു ഓപ്പൺനെസ് എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥയും എന്നാൽ അയാൾ സൂക്ഷിക്കുന്ന കുറേ രഹസ്യങ്ങളും ആ പവറും അയാളുടെ ആ ഒരു ചാമിങ്നെസ്സും ഒക്കെ ഭയങ്കര രസമായിട്ട് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര പവർഫുള്ളും ഭയങ്കര കൺട്രോൾഡും ആയിട്ടാണ് നരയൻ ഈ ചിത്രത്തിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടറിനെ. മറ്റൊരു മികച്ച പ്രകടനം ബിനു പപ്പുവിൻ്റെ ആയിരുന്നു. ബിനു പപ്പുവും വളരെ നല്ല രീതിയിൽ, എസ്പെഷ്യലി ആ ഫോറസ്റ്റ് സീനിലൊക്കെ വളരെ നല്ല രീതിയിൽ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഓരോ സിനിമ കഴിയുമ്പോഴും ബിനു പപ്പുവിൻ്റെ പെർഫോമൻസ് ഒന്നിനൊന്ന് മികച്ചതായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ കഥാപാത്രത്തെക്കുറിച്ചും എനിക്ക് കൂടുതൽ പറയണമെന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സ്പോയിലർ ആവും. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയാതെ പോകുന്നത്. ഇതിൽ ഈ കുര്യച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവതരിപ്പിച്ച ഒരാളുണ്ട്. അയാൾ ആര് തന്നെ ആവട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ എന്തായാലും അണിയറ പ്രവർത്തകർ റിവീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ആ ആളും
ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ കുര്യച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പല ലെയേഴ്സിലുള്ള ബിഹേവിയർ, അയാളുടെ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ വളരെ കൈയടക്കത്തോടു കൂടി ആ വ്യക്തി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിനിമേനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യണം, ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അതിൽ കൂടുതൽ പറയാം. എന്നാൽ ഇപ്പോഴൊരു അതിൻ്റെ ഒരു സ്പോയിലർ എലമെൻറ്റ് പുറത്തു വിടുന്നില്ല. എനിവേ ആ ക്യാരക്ടറും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അശോകൻ്റെ സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല രസമായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പടത്തിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ വിയാന മോമിനെ അവതരിപ്പിച്ചിട്ടുള്ള മ്ലാത്തി ചേടത്തിയുടെ ക്യാരക്ടറാണ്. 2 കൾച്ചറിൽ ജീവിക്കുന്ന ഒരാൾ, അയാൾ നേരിടുന്ന സംഘർഷങ്ങൾ, അയാളുടെ മാനസികാവസ്ഥ, ജീവിതാവസ്ഥ, ഇങ്ങനെ പലതിലൂടെയും കടന്നു പോകുന്ന ശക്തമായൊരു കഥാപാത്രമാണ് മ്ലാത്തി ചേടത്തിയുടെ ക്യാരക്ടർ. വളരെ ഭദ്രമായിരുന്നു ബിയാന മോമിൻ്റെ കയ്യിൽ ആ ക്യാരക്ടർ എന്നുള്ളതാണ്. അവരുടെ പെർഫോമൻസ് പോലെ തന്നെ അവരുടെ ഡബ്ബിംഗ് പാർട്ടും ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ചെയ്തത് KPSC ലീലയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശബ്ദം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. എന്തായാലും വളരെ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ഡബ്ബിംഗ് ആയിരുന്നു. ടോട്ടലി ക്യാരക്ടറിന്റെ ഡെപ്ത് കൂട്ടുന്നതിൽ ഡബ്ബിംഗ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്. ഭയങ്കര കൈയടക്കത്തോടു കൂടിയുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അതിൻ്റെ ഡയലോഗുകളൊക്കെ അടിപൊളിയാണ്. ബാഹുൽ രമേഷിൻ്റെ കൈകളിൽ ഇത് രണ്ടും ഭദ്രമായിരുന്നു. പോരാത്തതിന് മൂപ്പര് തന്നെയാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണവും ചെയ്തിരിക്കുന്നത്. ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ തന്നെ അതിൻ്റെ ഛായാഗ്രഹണം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബെറ്റർനെസ് ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണാൻ വേണ്ടി പറ്റും. എന്താണോ ആ കഥാകൃത്ത് എഴുത്തുകാരൻ മനസ്സിൽ കാണുന്നത് അത് കറക്റ്റ് അയാൾ തന്നെ ക്യാമറ പിടിച്ച് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരുമ്പം അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് ഈ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബാഹുൽ രമേശ് തീർച്ചയായും വലിയ കയ്യടികൾ ഈ സിനിമയുടെ പേരിൽ അർഹിക്കുന്നുണ്ട് എന്നല്ല തന്നെയാണ് തോന്നുന്നത്. ഈ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക് വളരെ നല്ല രീതിയിൽ ഈ സിനിമയിൽ ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. മുജീബ് മജീദാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജിങ് ആയിട്ട് നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത് ഈ മ്യൂസിക് തന്നെയാണ്. സിനിമയിലെ സൈലൻസ് പോലും നമുക്കൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്നുണ്ട്. ഇതിലെ പട്ടികളുടെ ശബ്ദങ്ങൾ, മറ്റ് ശബ്ദങ്ങൾ, പ്രകൃതിയിലെ ശബ്ദങ്ങളൊക്കെ ഭയങ്കര എൻഗേജിങ് ആയിട്ട്, കാറ്റടിക്കുന്ന ശബ്ദം പോലും നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. മ്യൂസിക് പാർട്ട് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് സൂരജ് ES ആണ്. സൂരജ് ES ആണ് ഇപ്രാവശ്യം കിഷ്കിന്ധാകാന്ഡത്തിന് തന്നെ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എഡിറ്ററാണ്. വളരെ നല്ല രീതിയിൽ ആ എഡിറ്റിംഗ് പാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ ഒരു നോൺ ലീനിയർ സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ത്രില്ലും എലമെൻറ്റും, എസ്പെഷ്യലി ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്, അതിൻ്റെ ഒരു ഫീലിംഗ് ത്രൂ ഔട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രോപ്പർ കട്ട്സ് ആണ് ഈ പടത്തിൻ്റെത്. അപ്പോൾ എഡിറ്റിംഗ് പാർട്ട് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊന്നിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഇത് മലേഷ്യയിലും കൂടി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അവിടുത്തെ കൾച്ചറും എലമെന്റ്സും ഒക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ പല കാലഘട്ടങ്ങളിലാണ് സിനിമ വരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ആ ഒരു കാലഘട്ടവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കൃത്യമായി ഇന്ന കാലഘട്ടം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ആ ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് പറ്റിയിട്ടുണ്ട്. പിന്നെ വിഷ്വലി ഭയങ്കര റിച്ച് ആണ് ഈ സിനിമ. ഭയങ്കര മൗണ്ടെയിൻ ടെറൈനിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിനിമയുടെ കളർ ഗ്രേഡിങ്ങും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് അടിപൊളി വിഷ്വൽസ് ഉണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. പിന്നെ ഈ സിനിമയുടെ ഡയറക്ഷൻ പാർട്ട് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിന്റെ ഡയറക്ടറുടെ അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ എക്സ്പെക്ടേഷനും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ തരാൻ വേണ്ടി ദിൻജിത്ത് അയ്യത്താനിന് സാധിച്ചിട്ടുണ്ട്. ഒരു മികച്ച ഡയറക്ടറാണ് താൻ എന്ന് ഒരിക്കൽ കൂടി അയാൾ തെളിയിച്ചിരിക്കുകയാണ്. നിറഞ്ഞ കയ്യടികൾ, ഒരുപാട് സ്നേഹം, സന്തോഷം എന്നാണ് പറയാനുള്ളത്. ടോട്ടലി പറയാന്നുണ്ടെങ്കിൽ ഒരു മികച്ച സിനിമ അനുഭവമായിരുന്നു എക്കോ. ഒരു മലയാള സിനിമയെന്നോ ഇന്ത്യൻ സിനിമയെന്നോ അല്ല, ഒരു ലോക സിനിമ നിലവാരമുള്ള ഒരു സിനിമയാണ്. ഡിഫറെന്റ് തീമാണ്, ഡിഫറെന്റ് അപ്രോച്ചാണ്. വളരെ നല്ല കയ്യടക്കത്തോടു കൂടി അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ മികച്ച അനുഭവമാണ്. 2025 ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ
അത് എക്കോ ആണ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ കാണാൻ പറ്റിയതിൽ, തിയേറ്ററിൽ നിന്ന് അത് എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പരിഗണിക്കേണ്ട സിനിമയാണ്. ഇത് തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സിനിമയാണ്. മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കൊക്കെ ആവാൻ വേണ്ടി ഭാവിയിൽ പോകുന്ന ഒരു സിനിമയായിരിക്കും എക്കോ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ട സമയത്ത് അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള, അത്രയും മികച്ച ഒരു സിനിമ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. മറ്റൊരു വീഡിയോയുമായി എത്താം. സ്നേഹപൂർവ്വം അഖിൽ ഗോവിന്ദ്.